ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ഞാൻ നിങ്ങളെ കാണിച്ചു വരുന്നുണ്ട്. ഈ ഒരു മുരുകന്റെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ മുരുകൻ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും. പിന്നെ മുരുകൻ അടുത്ത് വന്നുള്ള കാര്യം പറയേണ്ട കാര്യമില്ലോ. നിങ്ങൾ ഏറ്റവും വലിയ സമ്പന്നരും കോടികൾ നിങ്ങളിലേക്ക് പറന്നു വരും എന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് എത്തിച്ചു വരും. വലിയ സമ്പത്തും ഐശ്വര്യവും വിജയവും ശത്രു വിജയവും നമ്മളുടെ എല്ലാവിധ ജന്മദോഷങ്ങളും കർമ്മദോഷങ്ങളും പാപദോഷങ്ങളും എല്ലാം മാറിക്കിട്ടും. അതിസമ്പത്ത് നമ്മളിലേക്ക് വരാൻ അധികം സമയം വേണ്ട. പിന്നെ മുരുകന്റെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ, കാരണം ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം തൊടുന്ന എല്ലാ വിജയങ്ങളും കോടികൾ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചു വരുമെന്നുള്ളതാണ്. അപ്പം ഞാൻ ഏത് ഫോട്ടോയാണെന്ന് ഞാൻ പറയുന്നുണ്ട്. ആ ഫോട്ടോ എങ്ങനെയാണ് വെക്കേണ്ടത്, പിന്നെ ഭഗവാന്റെ ആ ഫോട്ടോയെക്കുറിച്ചും മുരുകനെക്കുറിച്ചും നിങ്ങൾ ഈ ഫോട്ടോ വെക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളും പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോ കാണുന്നവരെല്ലാം മുരുകന്റെ അനുഗ്രഹമുള്ളവരാണ്, മുരുകൻ നിശ്ചയിച്ചവരാണ് ഈ വീഡിയോ കാണുന്നവരെല്ലാം എന്ന് ഞാൻ 100% ഹൃദയത്തിൽ തട്ടി പറയും. നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. ഇതുപോലൊരു അവസരം ഇനി ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഇത് ഭഗവാന്റെ അനുഗ്രഹമാണ്. ഇത് നിങ്ങളുടെ ദൃഷ്ടിപ്പെടുന്ന ഉണ്ടെങ്കിൽ, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ, ഇതൊന്നും എൻ്റെ കഴിവല്ല, ഭഗവാന്റെ പാദങ്ങളിൽ തന്നെ ഞാൻ വന്നിക്കുന്നു. ഞാൻ എല്ലാം പറഞ്ഞു തരാം. ആ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന ഒരുപാട് വൈകിയാണ്, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛനെയും കൊണ്ട് ഞാൻ ഒരു ഡോക്ടറെ കാണാൻ പോയി. അതിനുശേഷം വീട്ടിൽ വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ ഭഗവാന്റെ ആ ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ആ ഫോട്ടോയുടെ തന്നെ ചെറിയ രീതിയിൽ ഒരു ഫോട്ടോയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കുറേ ഉണ്ട്. അത് എൻ്റെ ഓഫീസിൽ വരുന്നവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. എന്ന് കരുതി ഇപ്പം വെള്ളിയാഴ്ചകൾ ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളും രാവിലെ 10 മണി തൊട്ട് 1 മണി വരെ 4 കോടി ഓഫീസിൽ കാണും. എന്ന് കരുതി എല്ലാവരോടും ധൃതി വെച്ച് വരരുത്. ധൃതി വെച്ച് വന്നാൽ ഈ 4 കോടി മുഴുവൻ ആളായിരിക്കും. നിങ്ങൾ ഒരു ധൃതിയും വെക്കണ്ട. വെള്ളിയാഴ്ച പുത്തങ്ക അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ കുറേശ്ശെ ആളുകൾ വന്നാൽ മതി. ഒരു വെള്ളിയാഴ്ചയോ തന്നെ എല്ലാവരും കൂടെ വരാനിരിക്കരുത് കേട്ടോ. നിങ്ങൾ പതുക്കെ വന്നാൽ മതി. ഞാൻ ചെറിയൊരു ഫോട്ടോ ഭഗവാന്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും വരുന്നവർക്കെല്ലാം അതായത് ഒരു കുടുംബത്തിന് ഒരു ഫോട്ടോ നിലയിൽ ഞാനത് കൊടുക്കും. പിന്നെ ഞാനതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ആരും ധൃതി വെക്കരുത്. പതുക്കെ വന്നാൽ മതി. ഒരു വെള്ളിയാഴ്ച കൊണ്ട് എല്ലാവരും വരാൻ നോക്കരുത്. ഇവിടെ മുഴുവൻ ആളായിരിക്കും. പിന്നെ എനിക്ക് എഴുന്നേറ്റ് പോകാനും പറ്റത്തില്ല. അങ്ങനെ അനുഭവങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ പിന്നെ എപ്പോഴാന്ന് വെച്ചാൽ വന്നാൽ മതി. ധൃതി ഒന്നും വെക്കണ്ട. ഏത് വെള്ളിയാഴ്ചകൾ ഞാനിവിടെ കാണും. നിങ്ങൾ പുത്തങ്കാവലുമേ ഇപ്പം തൊഴുതിട്ട് വരിക. സൗകര്യം പോലെ എന്ന് വന്നാലും വരുന്നവർക്ക് കൊടുക്കാൻ ഞാനൊരു ചെറിയ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിന് ഒരു ഫോട്ടോ. നിങ്ങൾ ധൃതി വെക്കുക വേണ്ട. എല്ലാവരോടും ഒന്നിച്ച് വരരുത് കേട്ടോ. വീണ്ടും ഞാൻ പറയുന്നു. കാരണം ഇവിടെ എല്ലാം ആളും നിറയും. എനിക്ക് എഴുന്നേറ്റ് പോകാനും പറ്റത്തില്ല. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ പതുക്കെ വന്നാൽ മതി. ഒരു കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ അകത്ത് ഞാനിവിടെ ഫോട്ടോ എടുത്ത് വെച്ചേക്കും, ചെറിയ ഫോട്ടോ. പിന്നെ ഞാൻ ഈ ഫോട്ടോ കാണിച്ചു തരാം. മുരുകൻ്റെ എൻ്റെ ഓഫീസിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ ഫോട്ടോ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. ഞാൻ ആ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം. മുരുകൻ്റെ വലിയ ഫോട്ടോ ഇപ്പം കാണിച്ചു തരാം. ഓം ശരവണ ഭവ. ഇത് മുരുകന്റെ രാജാലങ്കാരത്തോടു കൂടിയ ഫോട്ടോയാണ്. രാജാലങ്കാരം എൻ്റെ ഓഫീസിൽ വെച്ചിരിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഈ ഫോട്ടോയ്ക്ക് പ്രത്യേകത ഉണ്ട്. മുരുകന്റെ ഇങ്ങനെ രാജാലങ്കാരത്തോടു കൂടിയ ഫോട്ടോ എവിടെ ഇരുന്നാലും ഭഗവാന്റെ അനുഗ്രഹം അവിടെ ഉണ്ടാകും. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. ഇത് എൻ്റെ ഓഫീസിൽ വെച്ചിരിക്കുന്നതാണ്. ഓം ശരവണ ഭവ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. മുരുകന്റെ ആ വലിയ ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ. അതുപോലെ വേണമെങ്കിൽ ഒരു വലിയ ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ വെക്കാം. അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിനകത്ത് മുരുകൻ രാജാലങ്കാരം എന്ന് അടിച്ചു നോക്കുക. മുരുകൻ രാജാലങ്കാരം ഫോട്ടോ അല്ലെ മുരുകൻ രാജാലങ്കാരം ഇമേജ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഗൂഗിളിൽ ഫോട്ടോ വരും. അത് ഫ്രീ ഫോട്ടോ അടിച്ചു കൊടുക്കണം. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ സ്റ്റുഡിയോയിൽ ആരെങ്കിലും കൊടുത്താൽ അവർ വലുതായിട്ട് ഫ്രെയിം ചെയ്ത് തരും. അങ്ങനെ വേണേൽ വീട്ടിൽ വെക്കാം.
അതുപോലെ ഒരു മാല ഇടണം കേട്ടോ എന്തായാലും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, മുരുകൻ്റെ ആ ഫോട്ടോ തന്നെ ചെറിയ പ്രിന്റ് എടുത്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ചെറിയ പ്രിന്റ് എടുത്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. മുരുകൻ്റെ ആ ഫോട്ടോ തന്നെ ചെറിയ പ്രിന്റ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ കുറേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചോണ്ടിരിക്കും. നിങ്ങൾ ആരും ധൃതി വെക്കണ്ട. വെള്ളിയാഴ്ചകൾ പുത്തങ്കാവിലമ്മ വന്ന് തൊഴുതിട്ട് ഇവിടെ വരുന്നവർക്ക് ഒരു കുടുംബത്തിന് ഒരു ഫോട്ടോ എന്ന രീതിയിൽ ഞാനിത് പ്രാർത്ഥിച്ചു കൊടുക്കും കേട്ടോ. അതിന് വെച്ചിരിക്കുന്ന ഇത് തരുന്നതിന് ദക്ഷിണയൊന്നും തരരുത് കേട്ടോ. ഇത് തരുന്നതിന് ദക്ഷിണ തരരുത്. ഈ ഫോട്ടോ മുരുകനെ ഒന്ന് കണ്ടു. ഈ ഫോട്ടോയുടെ പേരാണ് രാജാലങ്കാരം. ഭഗവാൻ രാജ രൂപത്തിൽ ഇരിക്കുന്ന ഫോട്ടോ, രാജാലങ്കാരം. ഈ ഫോട്ടോയ്ക്ക് ഒരു രഹസ്യമുണ്ട്. ഞാൻ ചെറുതാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തരാൻ വേണ്ടി. ഈ ഫോട്ടോയ്ക്ക് ഒരു രഹസ്യമുണ്ട്. കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. തീരുമ്പോൾ ഇനി ഞാൻ എടുക്കും. നിങ്ങൾ ആരും ധൃതി വെക്കണ്ട. ഏതെങ്കിലും വെള്ളിയാഴ്ചകളൊക്കെ വന്നാൽ മതി. കാരണം എല്ലാവരും കൂടെ വന്നാൽ ഇവിടെ നാടുകൂടി മുഴുവൻ ആൾ നിറയും. പല അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്ത് വെച്ച്. പിന്നെ നാട്ടുകാരൊക്കെ ഇടപെട്ട് നിയന്ത്രിക്കേണ്ടിയൊക്കെ വന്നു. എനിക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പതുക്കെ വന്നാൽ മതി. നിങ്ങളെക്കൊണ്ട് പറ്റുമ്പോൾ വന്നാൽ മതി. ഒരു തെറുതിയും പിടിക്കരുത് കേട്ടോ, പറഞ്ഞേക്കാം. അപ്പം ഇത് എപ്പോഴും ഞാനിങ്ങനെ പ്രിന്റ് എടുത്ത് വെക്കും. ഈ ഫോട്ടോയുടെ പേരാണ് രാജാലങ്കാരം. ഈ ഫോട്ടോ എവിടെ വെച്ചാലും, ഇതിപ്പോൾ ചെറിയ ഫോട്ടോ നിങ്ങൾക്ക് ഇത് വേണേൽ ഫ്രെയിം ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ വലിയ ഫോട്ടോ ഗൂഗിളിൽ നിന്ന് എടുത്ത് ഫ്രെയിം ചെയ്യാം, എങ്ങനെ വേണേലും ചെയ്യാം, അതിനകത്ത് കുഴപ്പമില്ല. അപ്പം ഈ ഫോട്ടോയ്ക്ക് ഒരു മാല ഇടണം. അതാണ് ഈ ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ, വീട്ടിലോ ഓഫീസിലോ കച്ചവട സ്ഥാപനത്തിൽ എവിടെ വേണേലും വെച്ചാൽ മുരുകൻ നിങ്ങളിലേക്ക് ഓടി വരും. പിന്നെ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ അളവറ്റ സമ്പത്ത് കോടികൾ വന്ന് മറിയും. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് അത്ഭുതകരമായ കാര്യം. ഇത് ഭഗവാന്റെ വലിയ അനുഗ്രഹം കിട്ടുന്നൊരു ഫോട്ടോയാണ്. ഈ ഫോട്ടോ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ചില ആളുകളുടെ സ്ഥാപനങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണും. അവരൊക്കെ വലിയ സമ്പന്നരുവാണ്. അങ്ങനെ ഞാൻ ചിലയിടത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കണ്ട സ്ഥലമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. വലിയ ചില ബിസിനസ്സുകാരുടെ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ബിസിനസ്സുകാരുടെ ചില സ്ഥാപനങ്ങളിൽ ഈ ഫോട്ടോ മാലയിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളിത് കയറുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എപ്പോഴെങ്കിലും കാണാൻ പറ്റും. ഇതറിയാവുന്നവർക്കറിയാം, പക്ഷെ ആരും പറഞ്ഞു കൊടുക്കത്തില്ല. അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഈ ഫോട്ടോയ്ക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ട്. ഇനി ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ മുഴുവൻ കേൾക്കുക കേട്ടോ. അപ്പം മുരുകന്റെ ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഈ ഫോട്ടോയുടെ മുന്നിൽ നിങ്ങൾ രാവിലെയും വൈകിട്ടും ഓം ശരവണ ഭവ എന്ന് മുരുകനോട് ഹൃദയത്തിൽ നിന്ന് ഭക്തിയോട് നിഷ്കളങ്കമായ മനസ്സോട് സർവ്വതും മുരുകനെ സമർപ്പിച്ച മനസ്സോടെ രാവിലെയും വൈകിട്ടും വാ കൊണ്ട് ജപിക്കണം. ഇതിന് ശുദ്ധി അശുദ്ധി ഒന്നുമില്ല, എന്നും ചെയ്യാം, ആർക്കും ചെയ്യാം. ഇനി ഈ ഫോട്ടോ കിഴക്കോട്ട് ദർശനമാക്കി വെക്കാം, പടിഞ്ഞാട്ട് ദർശനമാക്കി വെക്കാം, വടക്കോട്ട് ദർശനമാക്കി വെക്കാം, നല്ലതാണ്. ഇനി അതല്ല ഏത് ദിക്കിലേക്ക് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഭഗവാൻ നിങ്ങളുടെ മനസ്സിൽ ഭഗവാനോട് ശുദ്ധമായ ഭക്തി ഉണ്ടായാൽ മതി. വളരെ സമ്പത്തുണ്ടായ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് പടിഞ്ഞാട്ട് വെച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് കരുതി ഇപ്പൊ എൻ്റെ ഇവിടെ വെച്ചിരിക്കുന്ന വേറെ ദിക്കിലേക്കാണ്. എങ്ങോട്ട് വേണേലും വെക്കാം. നിങ്ങൾക്ക് ശുദ്ധമായ മനസ്സോ ഭഗവാനുള്ള ഭക്തി മതി. ഇനിയും ഈ ഫോട്ടോയുടെ രഹസ്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഫോട്ടോ മുരുകന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. വളരെ സമ്പത്ത് നൽകുന്നതാണ്. ബിസിനസ് വിജയം, ഉദ്യോഗത്തിൽ ഉയർച്ച, വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തികം നൽകുന്നതാണ്. അതുപോലെ ശത്രുദോഷങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. പിന്നെ ഭഗവാന്റെ ഈ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് നിങ്ങൾ ഓം ശരവണ ഭവ എന്ന് രാവിലെയും വൈകിട്ടും ജപിക്കുമ്പം നിങ്ങൾക്ക് ചില പ്രത്യേകമായ മാറ്റങ്ങൾ ഉണ്ടാകും. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഒരു അല്പം ഭസ്മം ഓം ശരവണ ഭവ ജപിച്ച് തൊടുന്നത് നല്ലതാണ്. ഈ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച ശേഷം എന്നിട്ട് വേണേൽ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണേൽ തൂത്ത് കളയാം, അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റിയിൽ ഇരുന്നോട്ടെ. നിങ്ങളുടെ സർവ്വ പ്രശ്നങ്ങളും തീർന്നു കിട്ടും. മാത്രമല്ല സമ്പത്ത് അതുപോലെ വരും. ശുദ്ധമായ മനസ്സോടെ ചെയ്യണം. ഭഗവാനെ ഞാൻ പറഞ്ഞു തരാം എല്ലാം. ഇത് മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. മുരുകനെ നമ്മൾ വിളിക്കുമ്പോൾ ഓം ശരവണ ഭവ ജപിക്കുമ്പോൾ നമ്മളുടെ ജന്മദോഷങ്ങൾ ഇല്ലാതായി തീരും. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. ജന്മദോഷങ്ങൾ നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ ഗ്രഹനിലയിൽ ചില പാപകർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ഒക്കെ ഉണ്ട്. അതിനെയാണ് അങ്ങനെയുള്ള ചില പാപദോഷങ്ങളെ അല്ലെ കർമ്മദോഷങ്ങളെയാണ് ജന്മദോഷം എന്ന് പറയുന്നത്. ആ ജന്മദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. കർമ്മദോഷങ്ങൾ മുരുകനെ ഇങ്ങനെ വിളിക്കുമ്പോൾ
മാത്രമല്ല ശത്രുദോഷങ്ങൾ എല്ലാം നമ്മുടെ 7 അയൽപക്കത്ത് പോലും വരത്തില്ല, പറക്കും. മാത്രമല്ല നമ്മൾക്ക് അപാരമായ സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച എല്ലാം വരുമെന്നുള്ളതാണ്. മുരുകൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ്. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞത് ശ്രേഷ്ഠമായ ബ്രഹ്മമാണ് മുരുകൻ. മുരുകൻ എന്ന് പറഞ്ഞാൽ ചൈതന്യമാണ്, ശിവന്റെയും പാർവതിയുടെയും ചൈതന്യമാണ്. മുരുകനെ വിളിക്കുമ്പോൾ പാർവതിദേവിയുടെ അനുഗ്രഹം, ആദിപരാശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകും, ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും, മുരുകന്റെ അനുഗ്രഹം ഉണ്ടാകും, സമസ്ത ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകും, സാർവവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും, സമസ്ത ദേവതകളും പ്രസാദിക്കും. കാരണം മുരുകൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്, സുബ്രഹ്മണ്യനാണ്, ശ്രേഷ്ഠമായ ബ്രഹ്മമാണ്. തൊഴിലുയർച്ച, ബിസിനസ്സിൽ വിജയം, സമ്പത്ത്, കടബാധ്യതകൾ മാറിക്കിട്ടുക എല്ലാം ഭഗവാനെ വിളിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുള്ളതാണ്. മുരുകൻ അഗസ്ത്യർക്കും ഗുരുവാണ്. അഗസ്ത്യർക്കും ഗുരു എന്ന് പറയുമ്പം അഗസ്ത്യർ എല്ലാത്തിൻ്റെയും തലതൊട്ടപ്പനാണ്. അഗസ്ത്യരിൽ നിന്നാണ് എല്ലാ വിദ്യകളും വന്നിരിക്കുന്നത്. ആ അഗസ്ത്യർക്കും ഗുരു ആരാ? മുരുകനാണ്. മുരുകൻ ബ്രഹ്മം തന്നെയാണ്, ശിവൻ തന്നെയാണ്, പാർവതിദേവി തന്നെയാണ്. ശിവന്റെയും പാർവതിദേവിയുടെയും ചൈതന്യമാണ്. ഭഗവാൻ ചൈതന്യമായിട്ട് പിറവിയെടുത്തതാണ്. ഭഗവാൻ ആറുമുഖനാണ്. അതിന്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം അവസാനം. ആറുമുഖന്റെ രഹസ്യം പറഞ്ഞുതരാം. അപ്പൊ അറുമുഖനാണ് ഭഗവാൻ, ഷൺമുഖൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനിയും ഭഗവാനെ സ്വാമിനാഥൻ എന്ന് വിളിക്കുന്നുണ്ട്. അതായത് ശിവഭഗവാന് പ്രണവത്തിന്റെ പൊരുൾ പറഞ്ഞു കൊടുത്തു. ശിവഭഗവാൻ അറിയാം, പക്ഷെ എന്നാലും മുരുകനോട് ചോദിച്ചു, മുരുകൻ അത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ജനിച്ചപ്പോൾ തന്നെ ആ പ്രണവത്തിന്റെ പൊരുള് അദ്ദേഹത്തിന്, ആ ഭഗവാന് സ്വയമേവ ജ്ഞാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്വാമിനാഥൻ എന്നും മുരുകനെ അറിയപ്പെടുന്നു. അപ്പോൾ ഇനി മുരുകന്റെ ഓം ശരവണ ഭവ എന്ന മന്ത്രത്തിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങളത് അറിയണം. അതായത് ഓം ശരവണ ഭവ എന്ന് ജപിച്ചാൽ മതി. ഓം ശരവണ ഭവ കേട്ടോ. അപ്പോൾ മുരുകന്റെ ഈ ഓം ശരവണ ഭവ എന്ന് ജപിക്കുമ്പോൾ മുരുകന്റെ ദിവ്യ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകും. മാത്രമല്ല നമ്മുടെ ശത്രുദോഷങ്ങൾ മാറിക്കിട്ടും. അതായത് വലിയ ഐശ്വര്യങ്ങളും കുടുംബദോഷങ്ങളും കർമ്മദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും എല്ലാം മാറിക്കിട്ടും. ചൊവ്വ സംബന്ധമായ ദോഷങ്ങൾ മാറിക്കിട്ടും. ഈ ചൊവ്വ ജാതകത്തിൽ പിഴച്ചു നിൽക്കുമ്പോഴാണ് കടം കൊണ്ടൊരു വഴിയാകും. ഞാൻ എത്രയോ ജാതകങ്ങളിൽ കണ്ടിരിക്കുന്നു. ചൊവ്വ ഗുളിക യോഗം, അല്ലെ ചൊവ്വ സർപ്പയോഗം, ചൊവ്വ അനിഷ്ടപ്രദനായിട്ട് നിൽക്കുന്നു, അല്ലെ ചൊവ്വയും ശനിയും കൂടെ നിൽക്കുന്നു. ചൊവ്വയെ കൊണ്ട് കുറേ യോഗങ്ങൾ ഞാൻ പല പല ജാതകങ്ങളിൽ കണ്ടിട്ടുണ്ട്. ചൊവ്വ പിഴച്ചു നിന്നാൽ ആ വീട്ടിൽ കലഹം മാറത്തില്ല, കടം മാറത്തില്ല. പിന്നെ മംഗളകാര്യങ്ങൾ, വിവാഹാദി കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം. പിന്നെ ബിസിനസ്സുകൾ പെട്ടെന്ന് അധപ്പതിക്കും, ജോലി ഉയർച്ച ഉണ്ടാകത്തില്ല, കേസ് വഴക്കെ കാര്യങ്ങളിലൊക്കെ അറിയാതെ പോയി ചാടും. അതുപോലെ വാഹനങ്ങൾ ശ്രദ്ധിക്കണം. ചൊവ്വ മോശമായിട്ട് നിന്നുള്ള കാര്യമാണ്, പിഴച്ചു നിന്നാൽ ഉള്ള കാര്യമാണ്. നല്ല രീതിയിൽ നിന്നാലല്ല, ചൊവ്വ മോശമായിട്ട് ജാതകത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോയി ആപത്തുകളിൽ ചാടും, സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടും. പിന്നെ അഗ്നിയിൽ നിന്നുള്ള ആപത്തുകൾ ശ്രദ്ധിക്കണം. അഗ്നിയിൽ നിന്നും ചൊവ്വ ശരി പിഴച്ചു നിന്ന് കഴിഞ്ഞാൽ എന്ന് വേണ്ട. പിന്നെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഒരു ഭൂമിയിൽ താമസിക്കുന്നു, ആ ഭൂമിയിൽ താമസിക്കുമ്പോൾ ഒരിക്കലും ഒരു കരക്കയറ്റം കിട്ടത്തില്ല. എപ്പോഴും ദാരിദ്ര്യം, കലഹം, വഴക്ക്, രോഗദുരിതങ്ങൾ എന്ന് വേണ്ട സർവ്വവിധ പ്രശ്നങ്ങളും ഇങ്ങ് അലട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഭൂമി ദോഷം മാറാൻ, ചൊവ്വ പിഴച്ചു നിൽക്കുന്നവർക്ക് ചൊവ്വ അനുകൂലമാകാൻ മുരുകന്റെ ഓം ശരവണ ഭവ ജപിച്ചാൽ മതി. വളരെ ലളിതമായ കാര്യം, എന്നാൽ വലിയ ശക്തിയുള്ള കാര്യമാണ്. ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുമെന്നുള്ളതാണ്. ഭൂമി സംബന്ധമായ ദോഷങ്ങൾ മാറുമ്പം തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച, സമാധാനം, സന്തോഷം, ശത്രു വിജയങ്ങളെ എല്ലാം കടന്നു വരുമെന്നുള്ളതാണ്. കാരണം നമ്മൾ താമസിക്കുന്ന ഭൂമിയിൽ ചിലപ്പോൾ അത് പണ്ട് വെച്ചാരാധനയുള്ള ഭൂമിയായിരിക്കാം, അല്ലെ ആരെങ്കിലും പെടുമരണങ്ങൾ ഉണ്ടായ ഭൂമിയായിരിക്കാം, അല്ലെ ആരെങ്കിലും ദുരാത്മാക്കൾ കാണും, അല്ലെ ശാപം കിട്ടിയ ഭൂമിയായിരിക്കാം. ഇതൊന്നും നമുക്കറിയണമെന്നില്ല. അപ്പൊ ഇങ്ങനെ ഭൂമിയിലുള്ള ദോഷങ്ങൾ നമുക്കൊരിക്കലും അറിയണമെന്നില്ല. അത് എന്തു തരം ദോഷങ്ങളുണ്ടെങ്കിലും ഓം ശരവണ ഭവ ഞാനീ പറഞ്ഞ രീതിയിൽ ജപിച്ചാൽ പെട്ടെന്ന് മാറിക്കിട്ടും എന്നുള്ളതാണ്. പറഞ്ഞ മനസ്സിലായ? മുരുകന്റെ ഫോട്ടോ വെച്ച് അതിന്റെ മുന്നിൽ ജപിക്കണം, ഭസ്മം തൊട്ട് വാഗൊണ്ട് ജപിക്കണം, മനസ്സിലും ജപിക്കണം ഓം ശരവണ ഭവ കേട്ടോ. മുരുകന്റെ ഫോട്ടോയുടെ മുന്നേ നിന്ന് ആദ്യം മുരുകന്റെ ഫോട്ടോയെ നോക്കി ഓം ശരവണ ഭവ ജപിക്കുക. പിന്നെ ഭസ്മം എടുത്ത് ഓം ശരവണ ഭവ വാഗൊണ്ട് ജപിച്ച് തൊടുക. എന്നിട്ട് തൊട്ട ഭസ്മത്തെ തന്നെ ഒന്നുകൂടെ വിരൽ ഓടിച്ച് മനസ്സിൽ ഓം ശരവണ ഭവ ജപിക്കുക.
നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. അപ്പം ഒരു രഹസ്യം കൂടെ പറഞ്ഞുതരാം. ഈ ഭസ്മത്തെ നമ്മൾ വിരൽ ഓടിച്ച് ഓം ശരവണ ഭവ എന്ന് മനസ്സിലൂടെ ജപിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓം ജപിക്കേണ്ട, ശരവണ ഭവ ജപിച്ചാൽ മതി. ഇതാരും പറഞ്ഞു തരത്തില്ല കേട്ടോ. അവിടെയാണ് അതിന്റെ കളി കിടക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. മുരുകന്റെ രാജാലങ്കാരത്തിന്റെ ഫോട്ടോ വെച്ചു, ഭഗവാന് മാലയിടണം. എന്നിട്ട് നമ്മൾ അതിന്റെ മുന്നേ ഒന്ന് ഭഗവാനെ നിഷ്കളങ്കമായ ഭക്തിയോടെ ഓം ശരവണ ഭവ എന്ന് ജപിക്കുക. വാ കൊണ്ട് ജപിച്ചു. പിന്നെ ഭസ്മം എടുത്ത് ഓം ശരവണ ഭവ എന്ന് വാ കൊണ്ട് ജപിച്ചുകൊണ്ട് തൊടുക. പിന്നെ ഈ തൊട്ട ഭസ്മത്തെ തന്നെ ഒന്നുകൂടെ വിരൽ ഓടിക്കുക. മനസ്സിൽ ഓം ചേർക്കാതെ ശരവണ ഭവ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വിരൽ ഓടിക്കുക. മതി. ഈ മനസ്സിൽ ഓം ചേർക്കാതെ ശരവണ ഭവ എന്ന് ജപിക്കുന്നതാണ് രഹസ്യം. ഇനിയും ഈ ഓം ചേർക്കാതെ ശരവണ ഭവ എന്ന് മാത്രം മനസ്സിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴും ഫ്രീ ആയിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ആഹാരം കഴിക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കുന്നതിന് മുമ്പും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ ജപിക്കാം. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. മുരുകൻ നിങ്ങളിലേക്ക് ഓടി വരും. നിങ്ങളിലേക്ക് കോടികൾ സമ്പത്ത് വന്ന് മറിയും. സമ്പത്തും ഐശ്വര്യം ഉണ്ടാകും. ശത്രുവിജയങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഏറ്റവും വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടായി വരും. ഇത് ലോകത്തിൽ ആരും പറഞ്ഞു തരത്തില്ല. ആരും ഇനിയും പറയുമെന്ന് എനിക്കറിയത്തില്ല. ഇതുവരെ ആരും ഈ രഹസ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ വീഡിയോ ഇട്ട ഡേറ്റ് ഉണ്ടല്ലോ, ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞു തരാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണമെന്ന്. അപ്പം ഈ ശരവണ ഭവ എന്ന് ജപിക്കുമ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജം എല്ലാം പമ്പ കിടക്കും. വീട്ടിലേതെങ്കിലും നെഗറ്റീവ്, ഇപ്പം ഏതെങ്കിലും ദുരാത്മാക്കളോ നെഗറ്റീവ് എനർജികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഓം ശരവണ ഭവ ജപിക്കുമ്പോൾ ഈ വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജങ്ങളെല്ലാം പമ്പ കിടക്കും. ഈ ശരവണ ഭവ എന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ടിരുന്നാൽ വീട്ടിലെ കലഹങ്ങൾ മാറും, ഐക്യം ഉണ്ടാകും. അത്ഭുതമായ വിദ്യ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. പിന്നെ ചില വീടുകളിൽ എന്നും രോഗദുരിതം കടങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ രോഗദുരിതങ്ങൾക്ക് ഡോക്ടറെ കാണണം, ട്രീറ്റ്മെന്റ് എടുക്കണം, ഡോക്ടർ പറയുന്ന കേട്ട് മുന്നോട്ട് പോകണം. അതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അതിന്റെ കൂടെ ഈ പ്രാർത്ഥന ചെയ്യാം. അതിന്റെ കൂടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടുവാനും ഉപകരിക്കുമെന്നുള്ളതാണ് മുരുകന്റെ ഈ ഓം ശരവണ ഭവ എന്ന മന്ത്രം. ഇനി ശരവണ ഭവ എന്ന മന്ത്രത്തിനകത്ത് രഹസ്യം കുറച്ച് കാര്യങ്ങളുണ്ട്, പറഞ്ഞുതരാം. ശ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൂലാധാര ചക്രം പോസിറ്റീവ് ആവും. അതിന് ഈശ്വരീയമായ ഒരു അനുഗ്രഹം ഉണ്ടാകും. ര എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്രത്തിലെ ദൈവികമായ മുരുകന്റെ അനുഗ്രഹം ഉണ്ടാകും. വ എന്ന് ജപിക്കുമ്പോൾ മണിപൂരക ചക്രത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ന എന്ന് ജപിക്കുമ്പോൾ അനാഹത ചക്രത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ഭ എന്ന് ജപിക്കുമ്പോൾ നിങ്ങളുടെ വിശുദ്ധി ചക്രത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. വ എന്ന് ജപിക്കുമ്പോൾ ആജ്ഞാചക്രത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാലും മതി. നമ്മളുടെ ശരീരത്തിലെ ചക്രാസ്, സുഷുമ്നയിലെ ചക്രാസ് അടിച്ചു നോക്കിയാൽ മലദ്വാരത്തിന് തൊട്ട് മുകളിൽ നട്ടലിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് മൂലാധാര ചക്രം, പുക്കിളിന് താഴെ ആയിട്ട് നട്ടലിൽ തന്നെ സ്വാധിഷ്ഠാന ചക്രം, പുക്കൽക്കൊടിക്ക് മുകളിൽ നട്ടലിൽ തന്നെ മണിപൂരക ചക്രം, നെഞ്ചിൻ കൂടിനുള്ളിൽ നട്ടലിൽ തന്നെ അനാഹത ചക്രം, തൊണ്ടക്കുഴിക്കുള്ളിൽ നട്ടലിന്റെ ആ ഭാഗത്ത് തന്നെ വിശുദ്ധി ചക്രം. പിന്നെ ഇങ്ങനെ ഒരു വര വരച്ചാൽ നാലും കൂടുന്ന ജംഗ്ഷനിൽ തലയ്ക്കുള്ള അകത്ത് ആജ്ഞാചക്രം. ഇങ്ങനെ ഒരു സാമാന്യ പൊസിഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആജ്ഞാചക്രം സാമാന്യം ഇവിടെ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ശരിക്കും അകത്താണ്. നിങ്ങളിങ്ങനെ പുരികമദ്യം ചിന്തിക്കുക, ശരിക്കും അകത്താണ് ആജ്ഞാചക്രം. ഈ ചക്രാസ് എല്ലാം പ്യൂരിഫൈ ചെയ്യും. ദൈവികമായ അനുഗ്രഹം ഉണ്ടാകും, ഈശ്വരബോധം ഉണ്ടാകും. നമ്മുടെ മൂലാധാര ചക്രത്തിൽ ഏറ്റവും നട്ടലിന് താഴെയുള്ള അവിടം നെഗറ്റീവായിട്ടുള്ള ബാലൻസ് ഉണ്ടാകുമ്പോഴാണ്, പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവ് ആയിരിക്കുമ്പോഴാണ് നിരാശ, കടുത്ത നിരാശ, ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, എല്ലാത്തിനും പരാജയം, എപ്പോഴും മനസ്സിൽ ക്രൂരതകള് ഒക്കെ ഉണ്ടാകുന്നത് ഈ മൂലാധാര ചക്രത്തില് നെഗറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടാകുമ്പോഴാണ്. മൂലാധാര ചക്രം പോസിറ്റീവ് ആകുമ്പോൾ കടങ്ങൾ മാറും, നമ്മൾ ചെയ്യുന്ന തൊഴിലുകൾ വിജയിക്കും, സമ്പത്തിനുള്ള കാര്യങ്ങൾ ചെയ്യും, സമ്പത്ത് വരും, സന്തോഷം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, മനസ്സിൽ നന്മ ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. ഇനി മൂലാധാരത്തിന്റെ മുകളിലുള്ള ചക്രമാണ് സ്വാധിഷ്ഠാന ചക്രം. സ്വാധിഷ്ഠാന ചക്രത്തിൽ മൃഗീയ വാസനകൾ ഉറങ്ങിക്കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് പല കാര്യങ്ങളിലും ക്രൂരത, മറ്റുള്ളവർക്കൂടെ പാര വെക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചതിക്കുക, ഇങ്ങനെയുള്ള ചില വികാരങ്ങളൊക്കെ ഉണ്ടാകും. അതെല്ലാം ഈ സ്വാധിഷ്ഠാന ചക്രം നെഗറ്റീവായിട്ട് ഇരിക്കുമ്പോഴാണ്. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പോസിറ്റീവ് ആകുന്നുള്ളതാണ്. ഇനി അതിനു മുകളിലാണ്
മണിപൂരക ചക്രം, അതായത് പുക്കിൾ കൊടിക്ക് മുകളിലായിട്ട് നട്ടലിൽ തന്നെ. ഈ മണിപൂരക ചക്രത്തിലാണ് നമ്മുടെ ഭയം. ഇപ്പൊ ചെറുപ്പത്തിൽ ഒരു പട്ടിയെ കണ്ടു, പേടി കിട്ടി. വെള്ളത്തിൽ ചാടി, ഒരു പേടി കിട്ടി. അല്ലെങ്കിൽ വണ്ടിയെന്ന് വീണു, പേടി കിട്ടി. ഈ ഭയമെല്ലാം വന്നിരിക്കുന്നത് മണിപൂരക ചക്രത്തിലാണ്. ഈ ഭയം ഉള്ളിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സമാധാനം കിട്ടത്തില്ല. ഈ ഭയം, ഇപ്പൊ എനിക്ക് ചെറുപ്പത്തിൽ പട്ടി എന്നെ ഇട്ട് ഓടിച്ചെന്ന് വിചാരിച്ചു, ഒരു പേടി ഉണ്ടായി. ഈ പേടി എന്നുള്ളത് എൻ്റെ മനസ്സിൽ കിടക്കും. അങ്ങനെ ആ പേടി വേറെ പല കാര്യങ്ങളിലേക്കും ട്രാൻസ്ഫർ ആകും. വേറെ പല കാര്യങ്ങളിലേക്ക് ആ പേടി മാറും, ട്രാൻസ്ഫർ ആകും. പിന്നെ എനിക്ക് ആ പേടി മനസ്സിൽ കിടക്കും, വേറെ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും ആ പേടി ഉണ്ടാവും. ഈ ഭയം എപ്പോഴും ഈ മണിപൂരക ചക്രത്തിലാണ് ഭയം ഉറങ്ങിക്കിടക്കുന്നത്. ഈ ഭയത്തെ ഇല്ലാതാക്കാനും ഈ മന്ത്രത്തിന് സാധിക്കും. മാത്രമല്ല, മണിപൂരക ചക്രം തൊട്ട് നമ്മളുടെ ദിവ്യബോധം ആരംഭിക്കുകയാണ്. ദിവ്യബോധം, മണിപൂര ചക്രമൊക്കെ ആക്റ്റീവ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ കിട്ടാൻ തുടങ്ങും. ആക്റ്റീവ് ആകുക എന്ന് വെച്ചാൽ അത് പ്യൂരിഫൈ ചെയ്യാന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അനാഹത ചക്രത്തിലേക്ക് വരുന്നു. നെഞ്ചിൻ കൂടിനുള്ളിൽ ആ നട്ടലിൽ തന്നെ അനാഹത ചക്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അനാഹത ചക്രം പോസിറ്റീവ് ആകുമ്പോഴാണ് എല്ലാവരോടും സ്നേഹം, നന്മ, ക്ഷേത്രത്തിലൊക്കെ പോകണം എന്ന് തോന്നും. പല ക്ഷേത്രങ്ങളിലും പോകും. അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യണമെന്ന് തോന്നും. പ്രകൃതിയോട് സ്നേഹം, മൃഗാദികളോട് സ്നേഹം, മൃഗങ്ങളോട് അനുകമ്പ, കരുണ, വേദനിക്കുന്നവനോട് അനുകമ്പ, കരുണ, ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ തോന്നി ഈശ്വരാനുഗ്രഹങ്ങൾ കൂടും. അനാഹത ചക്രം പോസിറ്റീവ് ആകുമ്പോഴാണ്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ അനാഹത ചക്രം പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് ഏത് കാര്യം പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാനുള്ള കഴിവും കിട്ടും. അനാഹത ചക്രം പോസിറ്റീവ് ആകുന്നത് എപ്പോഴും ഈ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, രാമായണം അങ്ങനെയൊക്കെ എല്ലാം പാരായണം ചെയ്യുക. അവർക്കപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു അർത്ഥം, അല്ലെ അതിൽ നിന്നൊരു ദിവ്യബോധം അവർക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ, ഗ്രഹിച്ചെടുക്കാൻ അവർക്ക് കഴിയും. അനാഹത ചക്രം പോസിറ്റീവ് ആകുമ്പോഴാണ്. പിന്നെ വിശുദ്ധി ചക്രം തൊട്ട് കൂടുതൽ ദിവ്യമായ ഒരു ഉയർന്ന തലമാണ്. അപ്പൊ ഈശ്വരൻ എപ്പോഴും കൂടെ ഉണ്ടാകും. ആജ്ഞ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈശ്വരബോധം ഉണ്ടാവും. അപ്പൊ ഇതാണ് ഈ ശരവണഭവ ജപിച്ചാലുള്ള ഫലം കേട്ടോ. ശരവണഭവ 6 അക്ഷരം കൊണ്ടുള്ള ഫലം ഇതാണ്. ഭഗവാന്റെ നാമങ്ങൾ തന്നെ നിങ്ങൾ ജപിക്കുന്നത് പുണ്യമാണ്. ഷൺമുഖൻ അല്ലെങ്കിൽ 6 മുഖൻ, 6 മുഖത്തോടു കൂടിയ. എന്താണ് ഈ 6 മുഖങ്ങൾ? ഭഗവാന്റെ 6 മുഖങ്ങൾ എന്താണ്? ഭഗവാന്റെ 6 മുഖങ്ങൾ, അതായത് 5 പഞ്ചഭൂതങ്ങള് ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, പഞ്ചഭൂതങ്ങളും ചൈതന്യവും, അതായത് ആത്മാവും ചൈതന്യവും ചേർന്നതാണ് 6 മുഖങ്ങൾ. അതുപോലെ 6 വികാരങ്ങൾ, അതായത് കാമം, ക്രോധം, ലോഭം. ലോഭം എന്ന് വെച്ചാൽ അതിമോഹം കേട്ടോ. കാമം, ക്രോധം, ലോഭം, മോഹം എന്ന് വെച്ചാൽ അത്യാഗ്രഹം, മതം, മാത്സര്യം. ഇങ്ങനെ 6 വികാരങ്ങളെ കാണിക്കുന്ന ഈ 6 വികാരങ്ങളും ശുദ്ധീകരിക്കപ്പെടാനും ഭഗവാനെ അറുമുഖൻ എന്ന് വിളിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. അല്ലെ ഷൺമുഖ എന്ന് വിളിച്ചാൽ തന്നെ ഈ 6 വികാരങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ 6 ഋതുക്കൾ: വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം. ഈ 6 ഋതുക്കളിലൂടെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം കടന്നു പോകുന്നത്, അല്ലേ? 6 ഋതുക്കൾ, 6 കാലങ്ങൾ. ഈ 6 കാലങ്ങളും ഭഗവാനെ അറുമുഖ അല്ലെ ഷൺമുഖ എന്ന് വിളിച്ചാൽ നമ്മൾക്ക് ഭഗവാന്റെ സഹായം ഉണ്ടായിക്കൊണ്ടിരിക്കും, എല്ലാ നന്മകളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതാണ് അറുമുഖന്റെ രഹസ്യം എന്ന് പറയുന്നത്. ഇനിയും ഭഗവാനെ മുരുകൻ എന്ന് വിളിക്കുമ്പോൾ ഭഗവാന്റെ ദിവ്യമായ അനുഗ്രഹം നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. മുരുകൻ എന്ന് വിളിക്കുമ്പോൾ. ഭഗവാനെ സുബ്രഹ്മണ്യൻ എന്ന് വിളിക്കുമ്പോൾ ബ്രഹ്മാനുഭവം ഉണ്ടാകും. സുബ്രഹ്മണ്യൻ, ശ്രേഷ്ഠമായ ബ്രഹ്മം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ബ്രഹ്മാനുഭവം നമ്മളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഭഗവാനെ കാർത്തികേയൻ എന്ന് വിളിക്കുന്നത് 6 ദേവിമാര് ഭഗവാനെ പരിപാലിച്ചുകൊണ്ടാണ്. അപ്പൊ കാർത്തികേയൻ എന്ന് വിളിക്കുന്ന നമുക്ക് എല്ലാ കാര്യങ്ങളിലും വിജയവും ഒക്കെ സുനിശ്ചിതമാണ് കാർത്തികേയൻ എന്ന് ഭഗവാനെ വിളിക്കുമ്പോൾ. പിന്നെ ഭഗവാനെ സ്കന്ദൻ എന്ന് വിളിക്കുമ്പോൾ ദിവ്യമായ ഭഗവാന്റെ ഊർജത്തിന്റെ അനുഭൂതി ഉണ്ടാകും സ്കന്ദൻ എന്ന് വിളിക്കുമ്പോൾ. ഭഗവാനെ ഗുഹൻ എന്ന് വിളിക്കുമ്പോൾ ഭഗവാൻ ഭക്തന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാന്റെ അനുഭവം ഉണ്ടാകും. ഭഗവാനെ ഗുഹൻ എന്ന് വിളിക്കുമ്പോൾ. ഭഗവാനെ കുമാരൻ എന്ന് വിളിക്കുമ്പോൾ ഭഗവാൻ നിത്യ യൗവനമാണ്. കുമാരൻ എന്ന് പറഞ്ഞാൽ നിത്യ യൗവനമാണ്. നമുക്ക് ആ എന്നും നിലനിൽക്കുന്ന യൗവനാവസ്ഥയിലുള്ള ആ ഈശ്വരബോധം ഉണ്ടായി വരും. സ്ഥിരമായിട്ട് എന്നും നിലനിൽക്കുന്ന ഈശ്വരബോധം ഉണ്ടായി വരും.
എന്നുള്ളതാണ്. ഭഗവാനെ വേലായുധൻ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ എല്ലാ ശത്രുദോഷങ്ങളും മാറിക്കിട്ടും എന്നുള്ളതാണ്. അതായത് ഈ വേൽ എന്ന് പറഞ്ഞാൽ, ഭഗവാന്റെ വേൽ എന്ന് പറഞ്ഞാൽ അത് വലിയ രഹസ്യമാണ്. വേൽ വേൽ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ജ്ഞാനശക്തിയാണ്. നമ്മളുടെ സുഷുമ്ന തന്നെയാണ്, കുണ്ടലിനി ശക്തിയാണ്. ഭഗവാന്റെ വേല് അമ്മ പാർവതീദേവി കൊടുത്തതാണ്. ഇത് നമ്മുടെ ഉള്ളിലെ സുഷുമ്നയിൽ കൂടെ കുണ്ടലിനി ശക്തി ഉണർന്ന് ആജ്ഞാചക്രത്തിൽ വന്ന് അത് സഹസ്രാരത്തിലേക്ക് വ്യാപിക്കുന്നത് തന്നെയാണ് വേൽ. അത് ജ്ഞാനശക്തിയാണ്. വേലിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ നമ്മുടെ ശത്രുദോഷങ്ങൾ മാറും, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ്. അപ്പം നമ്മുടെ സുഷുമ്ന നാഡി തന്നെയാണിത്. പിന്നെ ഭഗവാനെ വിളിക്കുന്നത് കൊണ്ട് സർപ്പപ്രീതി ഉണ്ടായി വരും. കാരണം ഭഗവാന് അമ്മ പാർവതീദേവിയോട് പിണങ്ങി സർപ്പരൂപം എടുത്താണ് ഭഗവാൻ പോയപ്പം, പിന്നെ പാർവതീദേവി ഷഷ്ടിവ്രതം എടുത്താണ് ഭഗവാനെ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം മുരുകനെ വിളിച്ചു കഴിഞ്ഞാൽ സർപ്പപ്രീതി ഉണ്ടാകും. പ്രത്യേകിച്ച് ഞായറാഴ്ച വൈകുന്ന പാട് ഒരു 4:30 തൊട്ട് തുടങ്ങും, ഒരു ഏകദേശം 6 മണി വരെ, ഒരു 5-നും 5:30-ക്കും ഇടയ്ക്ക്, അല്ലെങ്കിൽ ഒരു 5-നും 6 മണിക്കും ഇടയ്ക്ക് മുരുകക്ഷേത്ര ദർശനം ചെയ്ത് മുരുകനെ പ്രാർത്ഥിച്ചാൽ സർപ്പപ്രീതി പെട്ടെന്ന് ഉണ്ടായി വരും എന്നുള്ളതാണ് കേട്ടോ. മുരുകനെ വിളിച്ചാൽ മതി, സർപ്പപ്രീതി ഉണ്ടായി വരും. പിന്നെ മുരുകനെ വിളിച്ചു കഴിഞ്ഞാൽ ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും, പാർവതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും എന്ന് തന്നെയാണ്. അപ്പം നമ്മൾ ഭഗവാനെ ഇങ്ങനെ ഒന്ന് അറിഞ്ഞു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും, എല്ലാ നന്മകളും ഉണ്ടായി വരും. ഭഗവാൻ തന്നെയാണ് എല്ലാം. ഈ പ്രപഞ്ചം ഭഗവാൻ തന്നെയാണ്. ഭഗവാന് എല്ലാത്തിലുമുണ്ട്. അപ്പൊ ഭഗവാനെ ഭക്തിയോടെ വിശ്വാസത്തോടെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായി വരും, യാതൊരു സംശയം വേണ്ട. പിന്നെ മുരുകനെ വണങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു മുൻജന്മ പുണ്യമാണ്. എല്ലാവർക്കും മുരുകനെ വിളിക്കാൻ തോന്നുന്നത് മുൻജന്മ പുണ്യം. മുരുകനെ വിളിക്കാൻ തോന്നുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള സൂചനയാണ്. ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ണിൽ പെട്ടാൽ തന്നെ നിങ്ങളുടെ ജീവിതം മാറാൻ പോവുക. കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറി. ഇതൊന്നും ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ്. അതുപോലെയുള്ള രഹസ്യമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഭഗവാനെ കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഞാൻ ഓം ശരവണഭവയുടെ രഹസ്യം പറഞ്ഞു, അറുമുഖ എന്ന് വിളിക്കുന്നതിന്റെ രഹസ്യം പറഞ്ഞു, മുരുകന്റെ കുറെ നാമങ്ങളുടെ രഹസ്യം പറഞ്ഞു, പിന്നെ രാജാലങ്കാരം ഭഗവാനെ വിളിച്ചാലുള്ള ഗുണങ്ങൾ പറഞ്ഞു, ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പറഞ്ഞു. ജീവിതം തന്നെ അടിമുടി മാറും. പിന്നെ ആ ശരവണഭവ ഒരു പ്രത്യേക രീതിയിൽ വാഗുകൊണ്ട് ജപിച്ചിട്ട് മനസ്സിൽ ജപിക്കുന്ന രീതി ഞാൻ പറഞ്ഞു തന്നു. ഇതെല്ലാം നിങ്ങളുടെ ജീവിതം ഭഗവാൻ നിങ്ങളിലേക്ക് ഓടി വരും. സത്യസന്ധമായി മനഃശുദ്ധിയോടെ, അഹങ്കാരവും അഭിമാനവും ഒന്നുമില്ലാതെ ശുദ്ധമായ മനസ്സോടെ ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ ഏതൊരു വ്യക്തിക്കും അനുഗ്രഹം നൽകും. അവരുടെ ജീവിതം മാറും. ഇതൊന്നും എൻ്റെ കഴിവോ അറിവോ അല്ല. ഞാൻ ഈ പറയുന്ന നിമിഷം എനിക്കൊരു അനുഭൂതി ഉണ്ടാകുന്നുണ്ട്. എനിക്ക് ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ടാണ്, ഒന്നും ആഗ്രഹിച്ചല്ല പറയുന്നത്. നിങ്ങളെല്ലാവരും ഭഗവാനെ അറിയണം എന്നൊരു ചിന്ത എനിക്കുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാം കിട്ടണം, നിങ്ങൾക്കെല്ലാം അപ്പം ജീവിതത്തിൽ നന്മ ഉണ്ടായി വരും. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ലോക നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. എനിക്ക് യാതൊരു സ്വാർത്ഥതയില്ല. ആ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, ഞാനൊന്നും ആഗ്രഹിക്കുന്നുമില്ല. ഭഗവാന്റെ ദിവ്യത എല്ലാവരും അറിയണം എന്ന് മാത്രമേ എനിക്ക് വിചാരിക്കുന്നുള്ളൂ. ഞാൻ ഈ ഫോട്ടോ ഇതിങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയാണ്. രാജാലങ്കാരത്തിൻ്റെ ഭഗവാനെ ഒന്നുകൂടെ കണ്ടു. ഇതെൻ്റെ ഓഫീസിൽ വെച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചകൾ മാത്രമേ ഞാനിവിടെ കാണത്തുള്ളൂ. നിങ്ങളെ കൊണ്ട് പറ്റുമ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും വെള്ളിയാഴ്ച വന്നാൽ മതി. പണ്ടൊരു കഥയുണ്ട്, അത് ഒരു കഥ ഞാൻ പറയാം. അതായത് ഒരു രാജാവ് ഒരു വലിയൊരു പാത്രം വെച്ചു. വലിയ പാത്രം വെച്ചു എന്ന് വെച്ചാൽ ഒരാൾക്ക് പാത്രത്തിനകം കാണാൻ പറ്റത്തില്ല. അത്രയും ഒരു പാത്രം വെച്ചിട്ട് ഈ പ്രജകളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൻ്റെ അകത്ത് കൊണ്ട് പാൽ ഒഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് കുറേ അപ്പം ഈ ആദ്യം ഒഴിച്ച് ഒരു പാല് കുറേ ഒഴിച്ചു. അപ്പം ആരും കാണാതെ ഒഴിച്ചാൽ മതി. അപ്പം രാജാവ് എന്നിട്ട് അങ്ങ് പോയി പരീക്ഷിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് പ്രജകൾ ഓരോരുത്തരായിട്ട് വന്ന് പാത്രത്തിനകത്ത് അപ്പം ഈ ഒഴിക്കുന്നതും കാണത്തില്ല, അങ്ങനെയാണ്. പാൽ ഒഴിച്ചു.
അപ്പോൾ ഈ കുറേ ആയി കഴിഞ്ഞപ്പം കുറേ ആളുകൾ ചിന്തിച്ചു, എടാ എല്ലാവരും പാൽ ഒഴിക്കുന്നുണ്ടല്ലോ, നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചാലും എന്ന് പറഞ്ഞ് പിന്നുള്ള ആളുകളൊന്നും ആരറിയാനാ, ഇപ്പം അവരറിയത്തില്ല ഈ പാത്രത്തിനകത്ത് മുഴുവൻ പാലുള്ളത് വെള്ളം ഒഴിച്ച് ആരറിയാനാ എന്ന് കരുതി പിന്നെ വന്നവരെല്ലാം വെള്ളം ഒഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ പാത്രം വലിയ പാത്രമാണ്. അപ്പം രാജാവ് വന്ന് പാത്രത്തിനകം പരിശോധിച്ചപ്പോൾ മുഴുവൻ വെള്ളം, മൊത്തം ഒരുപാട് പേര് വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളമായി. അപ്പം അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിച്ചത് ഒരുപോലെ ആയിപ്പോയി. കാരണം എല്ലാവരും ചിന്തിച്ചിട്ട് ഇച്ചിരി വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ച് ആരറിയാനാ എന്ന് പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും വെള്ളിയാഴ്ച വരണമെന്ന് വിചാരിച്ചാൽ എൻ്റെ കാര്യം കഷ്ടത്തിലാവും. ഇവിടുന്ന് എനിക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല, 4 കോടി മുഴുവൻ നിറയും. അതുകൊണ്ട് നിങ്ങൾ പതുക്കെ ഏതെങ്കിലുമൊക്കെ വെള്ളിയാഴ്ച വന്നാൽ മതി. എല്ലാവരും ഒരുപോലെ ചിന്തിക്കരുത്. ഞാനിവിടെ വെച്ചിട്ടുണ്ടാകും, ഇത് ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കും, ഇത് നിങ്ങൾക്ക് ഞാൻ തരും. ഇതിന് തരുന്നതിന് ദക്ഷിണയൊന്നും തരരുത്, പ്രാർത്ഥിച്ചായിരിക്കും തരുന്നത്. ആരും ധൃതി കൂട്ടരുത് എന്ന് ഞാൻ വീണ്ടും പറയുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ. ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.